Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. USA ആ ഒരു ബേസ്. അവിടെ നമ്മുടെ സ്റ്റാർ ആണെങ്കിൽ ഒരുപാട് ഡിസപ്പോയിന്റഡ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളുടെ പവർ എൻഹാൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ചിലരാണെങ്കിൽ അവളുടെ ലാക്ക് ഓഫ് ട്രെയിനിങ് കൊണ്ടാണെന്ന് പറയുന്നു. മറ്റു ചിലരാണെങ്കിൽ അവളൊരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ബോയ്സിന്റെ അത്ര എനർജി ലെവലിലേക്ക് വരാൻ അവൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് അവളെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ്. ആക്ച്വലി അവളുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ആൽമൈറ്റിനെ പോലെ പവർഫുൾ ഒരാളായി മാറുക എന്നതാണ്. പക്ഷേ ആൽമൈറ്റിന് റിയൽ പവർ എന്താണെന്ന് അവൾക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ അവളുടെ കൂടെയുള്ളവരെല്ലാവരും അവളെ സമാധാനിപ്പിക്കും. നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നീ ഒരു യങ് ഗേളാണ്, നിന്റെ മുൻപിൽ സമയമുണ്ട്, ട്രെയിൻ ചെയ്ത് അവകാശം നിനക്ക് അതിലേക്ക് എത്താനായിട്ട് കഴിയും, ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവരെല്ലാവരും അവളെ സമാധാനിപ്പിക്കും. അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവൾക്ക് ഒരുപാട് ആശ്വാസം. ഇതാ പ്രസന്റ് കാണിക്കും. പ്രസന്റിൽ അവളാണെങ്കിൽ അവളുടെ ആ വലിയ രൂപം ഉപയോഗിച്ച് അവനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് മറ്റൊരു പവറിൽ അവന്റെ ബോഡിയിൽ ആ റാഡ് അങ്ങനെ കുത്തി ഇറക്കിയിരിക്കുകയാണ്. ഡൗബറയ്ക്കാണെങ്കിൽ അവളെ മറ്റെന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാവും. അവളെ കഴിഞ്ഞ് പവറായ എന്തോ ഒന്ന് അവിടേക്ക് വരുന്നുണ്ടെന്ന് അവൻ തിരിച്ചറിയും. ആ നിമിഷം ആ മിസൈൽ അവിടേക്ക് വരികയാണ്. അവളാണെങ്കിൽ മിസൈലുകളെ ടച്ച് ചെയ്ത് അത് ഡാബറയ്ക്ക് നേരെ അയക്കുകയാണ്. ഓരോരോ മിസൈലുകൾ അവന്റെ നേർക്ക് പോയി അങ്ങനെ പൊട്ടി പൊട്ടി തെറിക്കും. അപ്പോൾ ഡാബർ അറ്റാക്കിൽ അവിടെ ലേക്കിൽ തന്നെ വലിയൊരു വേവ് ക്രിയേറ്റ് ആവുകയാണ്. മുകളിലുണ്ടായിരുന്ന ക്ലൗഡ് പോലും അങ്ങനെ നീങ്ങുമ്പോൾ എൻഡവറും ടീമും അത് കണ്ട് ഞെട്ടും. ടാറാണെങ്കിൽ അവൻ എന്ത് പറ്റിയെന്നറിയാൻ താഴേക്ക് നോക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അവൻ DK പവർ ഉപയോഗിച്ച് അങ്ങനെ താഴേക്ക് പോയി അവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് അവളുടെ അറ്റാക്കിൽ നിന്ന്. മൂന്ന് ഉപയോഗിച്ചാണ് അവൻ സേവ് ആയെന്ന് അവർക്ക് മനസ്സിലാവും. ഡോബറി ആണെങ്കിൽ അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് കണ്ട ജെറ്റ്സ് ആണെങ്കിൽ ഇപ്പോൾ അവനെ റൗണ്ട് ചെയ്യും. ആ സമയം അവൻ റേഡിയോ വേവ്സ് ഉപയോഗിച്ച് ആ ജെറ്റുകൾ തകർക്കും. ആണെങ്കിൽ ഒരു ജെറ്റിന്റെ മുകളിൽ കയറുന്നെന്ന് അവളോടത്ത് ദേഷ്യപ്പെട്ട് പറയും, നിന്റെ ആ ക്വിക്സ് പവർ അതെനിക്ക് വേണം, എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൾ വിചാരിച്ച ഇപ്പൊ അവനെ അടിച്ച് തകർക്കാനായിട്ട് കഴിയും. പക്ഷെ എന്താ, അവനോടൊപ്പം ആ ജെറ്റും അതിന്റെ ഉള്ളിലെ ആളും മരിക്കും. ആ ജെറ്റിനുള്ളിലെ സോൾജിയർ ആണെങ്കിൽ അവളോട് എന്റെ ജീവൻ നോക്കണ്ട, അവനെ തകർക്കാനായിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അവൾക്ക് അതിന് മനസ്സ് വരില്ല. കാരണം അവനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ട് റീജനറേറ്റ് ചെയ്ത് തിരികെ വരും. അവളുടെ ടീംമേറ്റ്സിന് മാത്രമായിരിക്കും ജീവൻ നഷ്ടപ്പെടുക. അവൾ ഒരു സെക്കൻഡ് അവളുടെ ടീംമേറ്റ്സിനെ എല്ലാം ആലോചിച്ച് നിൽക്കും. ആ സമയം ഡബോറ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് അവളുടെ നേർക്ക് ചാടി അവളുടെ ഫേസിൽ തന്നെ അവന്റെ കൈ വെക്കുകയാണ്. ഓൾറെഡി അവന്റെ ആഗ്രഹമായിരുന്നു 1 for all പവറിന് ശേഷം അവളുടെ പവറും അബ്സോർബ് ചെയ്തെടുക്കണമെന്ന്. പക്ഷേ ഈ പവർ തന്നെ നേരത്തെ വന്ന് അവന്റെ കയ്യിൽ പെട്ടിരിക്കുകയാണ്. സോ ഇനി ഒന്നും നോക്കാനില്ലാന്ന് പറഞ്ഞ് അവളുടെ പവർ എടുത്ത് ഇപ്പോൾ അങ്ങനെ DKV ആണ്. സോ ഇനി ആ 1 for all പവറോട് കിട്ടിയ ലോകത്തെ മുഴുവൻ എനിക്ക് എന്റെ വിരൽത്തുമ്പിൽ കൊണ്ടുവരാൻ കഴിയും. പിന്നീട് ഞാനാണ് ഈ ലോകത്തിലെ രാജാവ് എന്ന് പറഞ്ഞ് അവളുടെ ബോഡി അങ്ങനെ തട്ടിത്തെറിപ്പിക്കുകയാണ്. അവൻ ആണെങ്കിൽ പതിയെ പതിയെ DK ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അവനാണെങ്കിൽ അവളുടെ ക്വിക്സ് പവർ അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ചുറ്റുമുള്ളവർക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് എന്റെ ക്വിക്സ് പവർ നിനക്ക് എടുക്കാൻ കഴിയില്ല എന്ന് പറയുമെങ്കിലും അവനാണെങ്കിൽ അത് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നുമില്ല. അടുത്ത നിമിഷം ക്വിക്സ് പവർ ആണെങ്കിൽ ഇപ്പൊ ഡോബറയുടെ ഇന്നർ മൈൻഡിലേക്ക് വരികയാണ്. പക്ഷെ അതേസമയം സ്റ്റാറും അവന്റെ ഇന്നർ മൈൻഡിലേക്ക് വരും. പിന്നീട് വലിയ ഇടിയുടെ ശബ്ദമായിരിക്കും പുറത്തേക്ക് കേൾക്കുക. അവന്റെ ഉള്ളിലെ ക്വിക്സ് പവർ അത് നന്നായിട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോഴായിരിക്കും ആ ലാസ്റ്റ് ട്വിസ്റ്റ് റിവീൽ ചെയ്യുക. ആക്ച്വലി അവൻ അവളെ ടച്ച് ചെയ്ത സമയത്ത് തന്നെ അവളുടെ ക്വിക്സ് പവർ അവന്റെ ഉള്ളിലെ ക്വിക്സ് പവറുമായിട്ട് ഫൈറ്റ് ചെയ്യണം എന്നൊരു കമാൻഡ് കൊടുത്തതിന് ശേഷമാണ് ഇതൊക്കെ തന്നെ സംഭവിച്ചത്. ഇപ്പൊ അവളുടെ ക്വിക്സ് പവർ അവന്റെ ബാക്കിയുള്ള ക്വിക്സുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ആണെങ്കിൽ നന്നായിട്ട് അറിയാം അവളുടെ അത്രയും വലിയ പവർ അവനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമുണ്ടാവുമെന്ന്. ഇപ്പൊ അവൾ ചെയ്ത കാര്യത്തെ ഓർത്ത് അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം അവളുടെ ക്വിക്സ് പവർ അവന്റെ പവറുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവൾ അങ്ങനെ പതിയെ പതിയെ ഇല്ലാതാവുമ്പോൾ അവൾ അവളുടെ ഫ്രണ്ട്സിനോടും മാസ്റ്ററിനോടും ഒക്കെ താങ്ക്സും സോറിയും പറയും. ഇപ്പൊ ഡബോറയ്ക്കാണെങ്കിൽ വേറെ വഴിയില്ല. അവന്റെ ബോഡിയിലേക്ക് വന്ന ന്യൂ ഓർഡറിനെ വേറെ ആരുടെയെങ്കിലും ബോഡിയിലേക്ക് കൊടുക്കണം. അതിന് മനുഷ്യരാവശ്യമാണ്. എന്റെ ചുറ്റുമുള്ളവര് ആ പൈലറ്റ്സ് മാത്രമാണ്. ആ പൈലറ്റ്സ് ആണെങ്കിൽ കിട്ടിയ ഗ്യാപ്പിൽ നിർത്താതെ അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആൽഫാർ 1 പോലും അവരുടെ അറ്റാക്കിൽ കിടങ്ങും. അവർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വിടുന്ന ആ ഒരു ക്വിക്സ് പവർ പോലും അവനെ കൊണ്ട് ഉപയോഗിക്കാൻ കഴിയാതെ എല്ലാ അറ്റാക്കും അവനെ ഏറ്റുവാങ്ങുകയാണ്. ആ ജെറ്റിലുള്ളവരെല്ലാവരും അവളുടെ മരണം വെറുതെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞ് നിർത്താതെ അവനെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോയുടെ ബോഡിയിലാണെങ്കിൽ ഓരോരോ ക്വിക്സ് പവർ ആണെങ്കിൽ നശിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇവിടെ പകുതിയോളം നശിച്ചു പോയ നമ്മുടെ സ്റ്റാർ പെണ്ണ് അവളാണെങ്കിൽ ഒരു സെക്കൻഡ് ആൽമൈറ്റ് മാസ്റ്ററിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അദ്ദേഹം ഒന്ന് കറക്റ്റ് സമയത്ത് അവരെ രക്ഷിക്കാൻ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അവൾക്ക് അവളുടെ ഫാമിലിയെ ലഭിക്കില്ലായിരുന്നു. അവൾ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് മാസ്റ്ററിനെ ആലോചിച്ച് സല്യൂട്ട് ചെയ്യുകയാണ്. അത് കാണുമ്പോൾ ഇവിടെ പൈലറ്റ്സിനാണെങ്കിൽ വീണ്ടും ദേഷ്യം കൂടി. അവരാണെങ്കിൽ കൂടുതൽ ഫോഴ്സിൽ അറ്റാക്ക് ചെയ്യും. ആ സമയം ഡബോറ ആണെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ട് അവന്റെ ഒരു ക്വിക്ക് പവർ ഉപയോഗിച്ച് അവിടുന്ന് പറന്ന് ദൂരേക്ക് പോകാനായിട്ട് ശ്രമിക്കും.
ഡബോറയും ആൽഫാർ വണ്ണും അവർ രണ്ടുപേരും അല്പം ഒന്ന് സമാധാനിക്കും. കാരണം ഇപ്പൊ അറ്റാക്കിൽ നിന്ന് ദൂരേക്ക് വരാൻ അവരെ കൊണ്ട് കഴിയുന്നുണ്ട്. ഹാവു, ഈ ഒരു ക്വിക്സ് പവർ എങ്കിലും കറക്റ്റ് സമയത്ത് വർക്കായി. എത്രയും വേഗം ആരുടെയെങ്കിലും അടുത്തേക്ക് പോയി അവളുടെ ആ ക്വിക്സ് പവർ അത് ആർക്കെങ്കിലും കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് അങ്ങനെ സ്പീഡിൽ പോവാണ്. ആ സമയത്ത് ജെറ്റുമായിട്ട് അവർ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഉടനെ ആൽഫാർ വൺ ആണെങ്കിൽ റേഡിയോ പവർ ഉപയോഗിക്കും. സോ അവിടെ ഇപ്പോൾ ഒരു വലിയ ബ്ലാസ്റ്റ് ഉണ്ടാവുകയാണ്. അവർക്കത് ക്രോസ് ചെയ്ത് അവന്റെ അടുത്തേക്ക് വരാനായിട്ട് കഴിയില്ല. അവർക്കാണെങ്കിൽ ഒരുപാട് വിഷമം. അവൾ അവസാനമായിട്ട് പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് മരിക്കാം എന്നാണ്. ഇവിടെ സ്റ്റാർ ആണെങ്കിൽ ഇപ്പൊ പൂർണ്ണമായിട്ടും നശിച്ചില്ലാതാവുകയാണ്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ആൽബൈറ്റിനെ പോലെ ആയിത്തീരുക എന്നതായിരുന്നു. ഇപ്പോ അവൾ അതിനെ കഴിഞ്ഞും മുകളിലെത്തിയെന്ന് പറഞ്ഞ് അവളുടെ ഫ്രണ്ട്സ് ഇപ്പോ ആശ്വസിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ ഐലാൻഡിൽ രണ്ടുപേരെ കാണിക്കും. അവർ രണ്ടുപേരും ആ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ട് കള്ളന്മാരാണ്. അവരങ്ങനെ ടി വിയിൽ ചാനൽ മാറ്റി മാറ്റി നോക്കുമ്പോൾ ചുമര് തകർത്ത് അവിടേക്ക് ആരോ കടന്നു വരും. അത് മറ്റാരും അല്ല, ഡബോറയും ആൽഫാർ വണ്ണും. എത്രയും വേഗം ആ ഒരു ക്വിക്സ് പവർ ആർക്കെങ്കിലും കൊടുത്തേ പറ്റൂ. അവന്റെ കണ്ണിൽ പെട്ടത് അവരാണ്. ആണെങ്കിൽ ആ ക്വിക്സ് പവർ ഇപ്പൊ അവിടെ കണ്ട ആ കള്ളന് കൊടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അപ്പോഴായിരിക്കും അവൻ ആ കാര്യം തിരിച്ചറിയുക. ആക്ച്വലി അവന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന ക്വിക്സ് പവറിനോടൊപ്പം അവളുടെ ക്വിക്സ് പവറും ഓൾമോസ്റ്റ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പവർ ഇനി അവന് കിട്ടില്ല. അവന്റെ ഇന്നർ മൈൻഡിൽ വന്ന അവളാണെങ്കിൽ അവനെ റിമൈൻഡ് ചെയ്യിപ്പിക്കും. നിന്നെ കൊല്ലാൻ എനിക്ക് സാധിച്ചില്ല, പക്ഷെ ഉറപ്പായാലും നിന്റെ പവറുകൾ കുറെയൊക്കെ എനിക്ക് ഇല്ലാതാക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ഇല്ലാതാക്കാൻ ഒരാൾ വരുന്നു പറഞ്ഞ് അവൾ അങ്ങനെ ഇല്ലാതാവുകയാണ്. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഫൈറ്റ് നടന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരുപാട് ഹെലികോപ്റ്റേഴ്സ് വന്നിരിക്കുകയാണ് ഡോബറയെയും ആൽഫാർ വണ്ണിനെയും കണ്ടെത്താൻ. പക്ഷെ ഓൾറെഡി അവരവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ട് മണിക്കൂറുകളായി. ഇപ്പൊ നടന്ന ഫൈറ്റ് അതിപ്പോ ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ്. ലോകത്ത് തന്നെ ഒരു നമ്പർ 1 സൂപ്പർ ഹീറോ ആയിട്ടാണ് ആ സ്റ്റാർ പെണ്ണിനെ കരുതിയിരുന്നത്. അവളെ പോലും നശിപ്പിക്കാൻ കഴിവുള്ള ഒരു വലിയ വില്ലനാണ് ജപ്പാനിൽ വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞ് എല്ലാ നാട്ടിലുള്ള ജനങ്ങളും അതുപോലെ തന്നെ സൂപ്പർ ഹീറോസും ഭയപ്പെടാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അതിനുശേഷം ഒരുപാട് സൂപ്പർ ഹീറോസ് ഇപ്പോൾ സൂപ്പർ ഹീറോ പദവി തന്നെ റിസൈൻ ചെയ്തിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഭയം കൊണ്ട് തന്നെ സൂപ്പർ ഹീറോസ് അവിടേക്ക് വരാതായി. ആ ജെറ്റ് ഓടിച്ചിരുന്ന പൈലറ്റ്സ് അവരാണെങ്കിൽ നടന്ന ഫൈറ്റ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആൽമൈറ്റിനോട് പറയും. ആൽമൈറ്റിനാണെങ്കിൽ ഇരിക്കുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും തനിക്ക് അവളെ കാണണമായിരുന്നു എന്നൊരാഗ്രഹം തോന്നുകയാണ്. അവരാണെങ്കിൽ ഇപ്പൊ അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത ആ ഒരു സന്ദർഭവും അതുപോലെ തന്നെ അവന്റെ ബോഡിയെക്കുറിച്ചും പവറിനെ കുറിച്ചുമുള്ള പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആൽമൈറ്റിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപയോഗിച്ച് എന്തെങ്കിലും ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് അവരെ തോൽപ്പിക്കാൻ. എന്നിട്ടാണെങ്കിൽ ആ ഡാറ്റാസ് മുഴുവൻ കളക്ട് ചെയ്ത് അത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാണ്. പിന്നീട് നെക്സ്റ്റ് ഡേ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അമേരിക്കൻ പൈലറ്റ്സ് അവർ തന്ന ഡീറ്റെയിൽസ് പ്രകാരം അവൻ നാളെ തന്നെ ആ ഒരു എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. പക്ഷേ സ്റ്റാർ നമുക്ക് തന്ന ഒരു ഹെൽപ്പിൽ ഒരാഴ്ചത്തേക്ക് അവന്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോ ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം മാത്രമേ അവനെ റിക്കവർ ചെയ്യാനായിട്ട് പറ്റൂ. സ്റ്റാർ അവളുടെ ക്വിക്ക് പവർ ഉപയോഗിച്ച് അവന്റെ ബോഡിയിലുണ്ടായിരുന്ന ഒരുപാട് ക്വിക്ക് പവറിനെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. അത് ശരിക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള സമയം അത് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവരെ തോൽപ്പിക്കാം. ഇപ്പൊ സൂപ്പർ ഹീറോസിൽ ഒരു പറ്റം ആൾക്കാർ ജനങ്ങളെ ഇവാക്യുവേറ്റ് ചെയ്യുകയാണ്. ബാക്കി ഒരു പറ്റം ആൾക്കാർ ആ ഡോമുറയെ അവൻ അന്വേഷിച്ച് പോയിരിക്കുകയാണ്. ആ ഡോബിയും നമുക്കിപ്പോൾ വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അവന്റെ ലക്ഷ്യം എൻഡവർ ആണെങ്കിലും നമുക്ക് അവനെയും തോൽപ്പിച്ചേ പറ്റൂ. മൂസ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട വലിയ വലിയ വില്ലന്മാര്, ആ മൂക്കന്റെ ടീമിലുണ്ടായിരുന്ന ബാക്കിയുള്ള വില്ലന്മാര്, അങ്ങനെ ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് പ്രതിസന്ധിയാണ്. ആൽമൈറ്റ് ആണെങ്കിൽ സ്റ്റുഡൻസിനോട് പറയും, ഇപ്പോ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ നിങ്ങൾ സ്റ്റുഡൻസിലാണ്. നിങ്ങൾ വേണം ഇതെല്ലാം വളരെ സേഫ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അതിന് ഹീറോ പറയും, അതെ, കച്ചാപ്പയ്യനും ഞാൻ ടീം ചേർന്നാണ് അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. കച്ചാപ്പയ്യന്റെ സ്പെഷ്യൽ മൂവ് അതാണ് നമ്പർ 1. അതിന് കച്ചാപ്പയ്യനാണെങ്കിൽ ദേഷ്യപ്പെടും, ഞാൻ നിന്നോടൊപ്പം ടീമാവോന്ന് ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് കേട്ട് നമ്മുടെ ഇസുക്കുപ്പയ്യൻ ഞെട്ടുകയാണ്. സത്യത്തിൽ കച്ചാപ്പയ്യന്റെ അടുത്ത് ഒരു നമ്പർ 1 മൂവ് ഉണ്ട്. അതിനുശേഷം ഓരോരുത്തരായിട്ട് അവരുടെ പവർ ബൂസ്റ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ആൽമൈറ്റിന് ഹാപ്പി ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.